നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുത്തശ്ശി കഷ്ടമുണ്ട് മുത്തശ്ശി. ചുമ്മാ ഞാൻ ഇത്രയും വാതി അടിച്ചത് വേസ്റ്റ് ആയില്ലേ? അല്ല നിങ്ങൾ എല്ലാവരും കേട്ടോ? അതൊക്കെ ഞങ്ങള് കേട്ടു. അയ്യോ, അതിന് പിന്നെ നിങ്ങൾ മാത്രമായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ? കല്യാണത്തിന് വന്നാ എല്ലാവരും കൂടി വിളിച്ചിട്ട് അങ്ങോട്ട് പോരാണല്ലോ. ദേഷ്യമൊന്നും വേണ്ടടാ. മുത്തശ്ശിക്ക് ഒരു തമാശ കളിക്കാൻ നിന്നോടല്ലേ പറ്റൂ. എന്നാ പിന്നെ മോന്റെ മണിയറയിൽ ചെന്നിരിക്കെ. മുത്തശ്ശി പ്രിയങ്കയെ അങ്ങോട്ട് വിടാം. അടുത്ത പ്രതിമയെ കൊണ്ടുവരാനായിരിക്കും. അതിന് ഇനി ഇവിടെ വേറെ പ്രതിമയില്ലല്ലോ. ശരിയാക്കി തരാം കേട്ടോ. ഇത് ഞാൻ ശരിയാക്കി തരാം. വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ. അങ്ങനെയൊരു പെൺകുട്ടിയെ കണ്ടുവെന്ന് ഐശ്വര്യ പറയുന്നത് സത്യമാണോ അതോ തോന്നലോ? തോന്നലല്ല, ഞാൻ വ്യക്തമായി കണ്ടതാ. ശ്യാമയുടെ അതേ ചായ, അതേ രൂപം. എനിക്കുറപ്പാ അത് ശ്യാമയുടെ മകള് തന്നെയാ. എന്ന് പറഞ്ഞാൽ കൊല്ലാൻ ഏൽപ്പിച്ചവർ അത് ചെയ്തില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ മനസ്സലിഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടതും പിന്നീടവർ ചോദ്യചിഹ്നമായി വളർന്ന് മുന്നിൽ വന്ന് നിന്നതുമൊക്കെ. മാഡം, ഞാനും ശ്യാമയും തമ്മിലുള്ള കരാറുകള് മാഡത്തിന് അറിയാലോ. ശ്യാമയുടെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ശ്യാമ എന്റെ പേർക്ക് എഴുതി വെച്ചതാ. മാഡത്തിന്റെ സീനിയർ തന്നെയാ അതിനുവേണ്ട പേപ്പറുകളൊക്കെ ശരിയാക്കിയത്. അതിന് എന്തെങ്കിലും ഒരു മാറ്റം? ലുക്ക് ഐശ്വര്യ, ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചിരുന്നു. ഐശ്വര്യ പറയുന്നത് പോലെ ശ്യാമയുടെ മകൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ശ്യാമയും ഐശ്വര്യയും തമ്മിലുള്ള കരാർ അനുസരിച്ച് ശ്യാമയുടെ സമ്പത്ത് ഐശ്വര്യക്ക് കൈകാര്യം ചെയ്യാവുന്നത് ശ്യാമയുടെ മകൾ പ്രായപൂർത്തിയാകുന്നതുവരെയാണ്. കുഞ്ഞിനെ കാണാതായിട്ട് മോർ ദാൻ 20 years. ദാറ്റ് മീൻസ് അവകാശങ്ങളെല്ലാം ഐശ്വര്യയുടെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞു. എന്റെ ചോദ്യം അതല്ല. സ്റ്റിൽ ആളുകൾക്ക് മുമ്പില് ശ്യാമയുടെ മകള് ജീവനോടെ ഇല്ല. ഏതെങ്കിലും രീതിയിൽ അവളെ കണ്ടെത്തുന്നതിന് മുൻപ് എനിക്ക് ഈ സമ്പത്തുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ നിശ്ചയിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം നടന്നാൽ ശ്യാമയുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ലാന്ന് ഐശ്വര്യ പ്രൂവ് ചെയ്യണം. തനിക്കതിന് സാധിക്കൂ? അതിനല്ലേ ഞാൻ മാമിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിയമപ്രകാരം ഒന്നും നടക്കില്ല. നിയമത്തിന് അപ്പുറത്താണെങ്കിൽ എന്തും നടക്കും. ശ്യാമയുടെ മകൾ ജീവനോടെ ശ്യാമയുടെ മുന്നിലെത്തിയ ഐശ്വര്യ പിന്നെ ഒരു ബിഗ് സീറോ ആണ്. ആ മകളെ ജീവനോടെ ശ്യാമ കാണാതിരുന്നാൽ ഇന്നത്തെ സൗഭാഗ്യങ്ങൾ ഐശ്വര്യയുടെ കൂടെ തന്നെ ഉണ്ടാവും. കൊല്ലും ഞാൻ അവളെ. എവിടെ ആരൊളിപ്പിച്ചതാണെങ്കിലും തേടി പിടിച്ച് കൊന്നിരിക്കും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.